എൽ ജിയുടെ പുതിയ 3 സ്മാർട്ട് ഫോണുകൾ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എൽ ജി W11, എൽ ജി W31, പിന്നെ എൽ ജി W31+. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 3 ഫോണുകളുടെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഈ ഫോണുകളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ഫീച്ചേഴ്സൊന്നും ഇതിൽ വരുന്നില്ല. പിന്നെ എൽ ജി ബ്രാൻഡിനോട് ചിലർക്കൊരു വിശ്വാസമാണ്. പിന്നെ നോർമലായിട്ടുള്ള ബാക്കി ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും അല്ല, എന്നാൽ അത്ര മോശമായിട്ടുള്ള ഫീച്ചേഴ്സും അല്ല. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മിക്ക ഫോണുകളിലും കാണുന്ന ഫീച്ചേഴ്സിനൊക്കെ പറ്റി പറയുകയാണെങ്കിൽ 3 ഫോണുകളിലും 6.52 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. എൽ ജി W11 കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ 9500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലെ HD റെസൊല്യൂഷൻ ഓക്കെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലെ മിക്ക ഫോണുകളിലും HD റെസൊല്യൂഷൻ തന്നെയാണ് വരുന്നത്. പിന്നെ എൽ ജി W31 അതുപോലെ തന്നെ എൽ ജി W31+, ഈ ഫോണുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണുകൾ 11,000 അതുപോലെ തന്നെ 12,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഫുൾ HD റെസൊല്യൂഷനുള്ള ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പോക്കോ M2, റെഡ്മി 9 പ്രൈം, മൈക്രോമാക്സ് ഇൻ നോട്ട് 1, അതുപോലെ തന്നെ റെഡ്മി നോട്ട് 9 ഇതുപോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ 2 ഫോണുകളിലും HD റെസൊല്യൂഷൻ എന്നുള്ള ഫീച്ചർ നോർമൽ ഫീച്ചേഴ്സിൽ പെടുത്താനുള്ള ഒരു കാരണം ഇത് ഓഫ്ലൈൻ ഫോണാണ്. ഓഫ്ലൈൻ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ HD റെസൊല്യൂഷൻ എന്നുള്ളത് ഓക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന ഫോണുകൾ ഓപ്ഷനായിട്ട് വരുന്നുണ്ട്. പിന്നെ 3 ഫോണുകളും വരുന്നത് 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ്. പിന്നെ 3 ഫോണുകളുടെയും ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ഫോണുകളിലും ഗൂഗിൾ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ഫോണുകളുടെയും ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. പിന്നെ 3 ഫോണുകളുടെയും മിഡ് നൈറ്റ് ബ്ലൂ എന്നുള്ള കളർ വേരിയൻ്റ് ആണ് വരുന്നത്. പിന്നെ 3 ഫോണുകളും വരുന്നത് ആൻഡ്രോയിഡ് 10 സോഫ്റ്റ്വെയറുമായിട്ടാണ്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണുകളിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ എൽ ജി W11 പിന്നിൽ 2 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 13 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 മെഗാ പിക്സൽ ഒരു സെൻസറും വരുന്നുണ്ട്. എൽ ജി W31 അതുപോലെ തന്നെ എൽ ജി W31+ലും ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിലും 13 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസർ തന്നെയാണ് വരുന്നത്. പിന്നെ 5 മെഗാ പിക്സലിലെ ഒരു വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മെഗാ പിക്സലിലെ ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. 3 ഫോണുകളിലും 8 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ കാണുന്ന ഒരു ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഫോണിൽ വരുന്നത്. പക്ഷേ ഓൺലൈൻ മാർക്കറ്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 11,000 12,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ 48 മെഗാ പിക്സലിൻ്റെ കോഡ് ക്യാമറ സെറ്റപ്പുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഇനി ഈ ഫോണുകളിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, എൽ ജി W11 നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ലഭിക്കുന്നില്ല. ഇപ്പോൾ 9500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന മിക്ക ഫോണുകളിലും നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ കിട്ടുന്നുണ്ട്. ഇനിയിപ്പം ഓഫ്ലൈൻ ഫോണായാലും അതിലും നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ W31 അതുപോലെ തന്നെ W31+ലും ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ട്. അത് ഓക്കെയാണ്. പിന്നെ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം ബാറ്ററിയാണ്. ഈ ഫോണുകളിൽ 4000 mAh ബാറ്ററിയാണ് വരുന്നത്. 4000 mAh ബാറ്ററി എന്ന് പറയുമ്പോൾ മോശമാണെന്നല്ല, പക്ഷേ കോമ്പറ്റീഷനും കൂടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്ക ഫോണുകളിലും 5000 mAh ബാറ്ററിയൊക്കെയാണ് ഈ പ്രൈസ് റേഞ്ചിൽ വരുന്നത്. പിന്നെ ചില ഫോണുകളിൽ 6000 mAh ബാറ്ററിയും വരുന്നുണ്ട്. അപ്പോൾ ആ ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇത് അത്ര നല്ലൊരു സ്പെസിഫിക്കേഷൻ ആയിട്ട് വരില്ല. പിന്നെ ഈ ഫോണുകളിൽ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നില്ല. W11 കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. 9500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണാണ്. ആ ഒരു ഫോണിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അത്ര വലിയൊരു പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ W31 കാര്യവും അതുപോലെ തന്നെ W31+ൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 11,000 12,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളൊക്കെ കിട്ടുന്നുണ്ട്. ഓൺലൈൻ ഫോണുകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മിക്ക ഓൺലൈൻ ഫോക്കസ്ഡ് ഫോണുകളിലും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അത്ര വലിയൊരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഓഫ്ലൈൻ മാർക്കറ്റിൻ്റെ കാര്യം മാത്രം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും ഇപ്പോഴും ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. പിന്നെ ഈ ഫോണുകളുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രോസസ്സറാണ്. 3 ഫോണുകളിലും mediatekൻ്റെ helio P22 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. നമ്മൾ W11 കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ വരുന്നത് 9500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ helio P22 എന്നുള്ളത് അത്ര നല്ലൊരു പ്രോസസ്സറൊന്നുമല്ല. കാരണം ഇപ്പോൾ 9000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ mediatekൻ്റെ helio G70 പോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ 8500 രൂപ പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 665 എന്നുള്ള പ്രോസസ്സറുള്ള ഫോണൊക്കെ വരുന്നുണ്ട്. ഈ പറഞ്ഞ പ്രോസസ്സറുകളൊക്കെ mediatekൻ്റെ helio P22 എന്നുള്ള പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ മികച്ച പ്രോസസ്സറുകളായിട്ട് വരും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഇത് ഓഫ്ലൈൻ ഫോണാണ്.
അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷനൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും അറ്റ്ലീസ്റ്റ് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G35 അല്ലെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ P35 എന്നുള്ള പ്രോസസ്സറെങ്കിലും ഈ ഫോണിൽ കൊടുക്കായിരുന്നു. അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം അറ്റ്ലീസ്റ്റ് സ്നാപ്ഡ്രാഗൺ 460 എന്ന പ്രോസസ്സറെങ്കിലും ഈ ഫോണിൽ കൊടുക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം 9500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന W11 എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള കാര്യമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന W31ലും അതുപോലെ തന്നെ W31 പ്ലസിലും ഇതേ ഒരു പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. 9500 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ നമ്മൾ അത്ര നല്ലൊരു പ്രോസസ്സർ അല്ല എന്ന് പറഞ്ഞൊരു പ്രോസസ്സറായിരുന്നു. അപ്പോൾ 11,000 രൂപ പ്രൈസ് റേഞ്ചിലും അതുപോലെ തന്നെ 12,000 രൂപ പ്രൈസ് റേഞ്ചിലും എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ LG W11ൽ 3 GB റാമാണ് വരുന്നത്. അതുപോലെ തന്നെ 32 GB ഇൻറ്റേർണലും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. LG W31ൽ 4 GB റാമും 64 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. LG W31 പ്ലസിൽ 4 GB റാമും പിന്നെ 128 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. പിന്നെ LG W31ഉം അതുപോലെ തന്നെ W31 പ്ലസും തമ്മിൽ കാര്യമായിട്ട് വലിയൊരു വ്യത്യാസമൊന്നും വരുന്നില്ല. സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. LG W31 എന്ന ഫോണ് 4 GB റാം 64 GB ഇൻറ്റേർണൽ വെർഷനാണ്. അതുപോലെ തന്നെ LG W31 പ്ലസ് എന്ന ഫോണ് 4 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷനാണ്. എന്തിനാണ് LG ഇങ്ങനെ 2 ഫോണുകൾ ലോഞ്ച് ചെയ്തിട്ട് കൺഫ്യൂഷൻ കൂട്ടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ LG W31 എന്നുള്ളൊരു ഫോണിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 2 വെർഷൻസ് ആക്കിയിട്ട് ഇറക്കിയാൽ മതി. ഒരു വെർഷനിൽ 4 GB റാം 64 GB ഇൻറ്റേർണൽ വെർഷനും മറ്റൊരു വെർഷനിൽ 4 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷനും. അല്ലാതെ വേറൊരു പേര് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ ഈ ഫോണുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം പ്രൈസിംഗ് ആണ്. W11ൻ്റെ വില വരുന്നത് 9,490 രൂപയാണ്. W31ൻ്റെ വില വരുന്നത് 10,990 രൂപയാണ്. W31 പ്ലസിൻ്റെ വില വരുന്നത് 11,990 രൂപയാണ്. അപ്പോൾ ഈ ഫോണുകൾ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതുമാത്രമല്ല ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസ് റേഞ്ചിലും ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകൾ വരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി നാർസോ 10 വരുന്നുണ്ട്. 8,500 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി നാർസോ 20 എന്ന ഫോൺ വരുന്നുണ്ട്. പിന്നെ 7,000-8,000 രൂപ പ്രൈസ് റേഞ്ചിൽ മൈക്രോമാക്സിൻ്റെ ഇൻ 1B ഇതുപോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ 11,000 രൂപ പ്രൈസ് റേഞ്ചിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ മൈക്രോമാക്സ് ഇൻ നോട്ട് 1 അതുപോലെ തന്നെ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി 9 പ്രൈം പോക്കോ M2 ഇതുപോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 9 ഇതുപോലുള്ള ഫോണൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതല്ലാതെ റിയൽമി നാർസോ 20 ഇൻഫിനിക്സ് O 10 ഇങ്ങനെ വേറെയും കുറേ ഫോണുകൾ ഓപ്ഷനിൽ വരുന്നുണ്ട്. പിന്നെ ഓൺലൈൻ മാർക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഓഫ്ലൈൻ മാർക്കറ്റിൻ്റെ കാര്യം മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫോണുകൾ ഓഫ്ലൈൻ മാർക്കറ്റിലും വരുന്നുണ്ട്. പിന്നെ LGയുടെ ഫോണുകൾ സാധാരണ ഇന്ത്യൻ മാർക്കറ്റിൽ ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് ലോഞ്ച് ചെയ്യാറ്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം LGയുടെ ഫോണുകൾക്കൊക്കെ വളരെ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അങ്ങനെ ഈ ഫോണുകൾക്കും ഓഫേഴ്സ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഫോണുകളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.